ഇന്ന് നമ്മളൊരു അടിപൊളി മീൻ കറിയോ മീൻ പൊരിയോ ഉണ്ടാക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ നമ്മളിപ്പോ പോണത് മീൻ മാർക്കറ്റിലാക്കാം. ഇപ്പൊ നമ്മളെവിടെ ഉള്ളതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ മീൻ മാർക്കറ്റും കാര്യങ്ങളും കാണിച്ചു തരാം. രാവിലെ തന്നെ യൂണിഫോമൊക്കെ ഇട്ട എന്താ ചോദിച്ചാൽ കടയിൽ പണിയിലാണ്. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കി വെച്ചിന്. അപ്പോൾ അതിൽ കറിയൊന്നും ഇല്ല. കുറേ ദിവസമായി മീനൊക്കെ വാങ്ങിയിട്ട് ഒന്ന് മീൻ വാങ്ങാതിരുതി. അപ്പോൾ അതിനും വേണ്ടി അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബിച്ചു ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ നിൽക്കുക, ആളെന്ന ഓപ്ഷനൊക്കെ നിൽക്കുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് വിടുന്നില്ല വരും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ അതിൻ്റെ ബ്ലോഗാണ്. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളതാ ബീച്ചിൻ്റെ സൈഡിലാണ്. ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ നടന്നു പോകണം. വെയിലാണ്. ഒരു 11:30 ടൈമൊക്കെ ആയി. വെയിൽ കണ്ണ് കുത്തുണ്ട്. എന്നാൽ തണുത്ത കാറ്റുണ്ട് കേട്ടോ. അതാണ് നല്ല സുഖം. അതുകൊണ്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ബീച്ച് ഇങ്ങനെ കാണുന്നില്ലേ? ബീച്ചൊക്കെ എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ, അതാണ് ഞാൻ ഫുള്ള് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എന്നിട്ട് എന്താ മീനനുസരിച്ചായിട്ട് നമ്മൾ ഉണ്ടാക്കുക. മീൻ കറിയാണോ ഉണ്ടാക്കുക, നല്ലത് ഏതാണ്, അല്ല പൊരിയാണോ, എന്താ ഇനി കരിഞ്ഞ് പൊരിയോ എന്താ അറിയില്ല. ഏതായാലും നമ്മൾ പോയി നോക്കിയിട്ട് അതിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും വീഡിയോ. അപ്പോൾ അങ്ങനെ മീൻ മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇനി മീനുണ്ടോ ഈ സമയത്ത് അതൊന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇപ്പോൾ മീൻ മാർക്കറ്റിലേക്ക് പോകലുണ്ട്. പക്ഷെ നമ്മൾ ഈ ടൈമിൽ അങ്ങനെ പോലില്ല. ചിലപ്പോൾ രാത്രിയൊക്കെ അങ്ങനെ പോയി വാങ്ങലേ. അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ പോവാന്ന് കരുതി. അപ്പോൾ പോയേക്കാം, അവിടെ എത്തിരി കാണാം. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം നമ്മുടെ നാടല്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അത് ചിലപ്പോൾ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാനിങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ബ്ലറുണ്ടോ പിന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. നോക്കട്ടെ. പക്ഷേ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ആ ലോങ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ മീൻ മാർക്കറ്റ്. കണ്ട, അപ്പോൾ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേ ആൾക്കാരുണ്ട്. അപ്പം ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ വീഡിയോ എടുക്കുന്നത്. നമ്മളെ നാട്ടിൽ യൂട്യൂബിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ആരും ഒന്നും അറിയില്ല. ഇവിടെ ഇനി വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം പോയിട്ട് നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. അതിലും കഴിയണ മാതിരി അടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അതുണ്ട് ഗൈസ് മീൻ മാർക്കറ്റ്. അപ്പോൾ നോക്കട്ടെ. ആൾക്കാർ കുറേ ഉണ്ട്. വീഡിയോ എടുക്കാനും എനിക്കൊരു ചമ്മലുണ്ട്. പിന്നെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് വേണമെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് അതിനനുസരിച്ച് എടുക്കാം. ഏതായാലും നോക്കട്ടെ. ഓക്കെ, ഞണ്ടുണ്ട്. ഞണ്ട് भैया ये कितना है? 20 है. സ്വർണ്ണ കളറുള്ള മീൻ അല്ല, സ്വർണ്ണ കളർ കാണാൻ രസമുള്ള മീൻ. നമുക്ക് മത്തി മതി. മത്തി कितना है? 25 मती है. अब हम मती होगा. मती मती ये नहीं है. ये 2 കിലോ വാങ്ങാം. 10 റിയാലാണ് 1 കിലോ. 2 മതി ആൾക്കാർ. അപ്പോൾ കട്ട് ചെയ്യണോ ചോദിച്ചു. കട്ട് ചെയ്യണമെങ്കിൽ 4 കിലോ കട്ട് ചെയ്യണം. കട്ട് ചെയ്യട്ടെ. അവിടെ കട്ടിങ് സെക്ഷൻ കേട്ടോ. വലിയ മീനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പോലെ അപ്പം മീൻ വാങ്ങിയിട്ട് നമ്മൾ പോകുന്നു. മത്തി വാങ്ങിട്ടോ. അല്ല മത്തി മറ്റേത് നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. വലിയ മീനാണ്. ഇത് കാര്യമില്ലല്ലോ. അതായത് 2 കിലോ മത്തി. നല്ല കറിയൊക്കെ പറ്റുക. നല്ല നെയ്യുള്ള മത്തി കേട്ടോ. അപ്പം ഇനി നല്ല കറി വെക്കണം. എങ്ങനെ നമ്മളെ കറിമ്പാട് നമ്മൾ കാണിച്ചു തരാം.
എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഒരു മത്തിക്കറി റെഡിയാക്കാന്നുള്ളൊരു റെസിപ്പിയും പാടെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോളേ, നമുക്ക് പോകാം. മീൻകറിക്കുള്ള ഉള്ളി അരിഞ്ഞ് വെച്ച്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേറെ കൈക്കൂട്ടുണ്ട്, അത് പറഞ്ഞല്ല. മീൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്ര പെട്ടെന്ന് എങ്ങനെ മീൻകറി ഉണ്ടാക്കാന്നുള്ളത് നമ്മള് ഷെഫ്, ഞാൻ ഉണ്ടാക്കണ കഴിഞ്ഞ ഷെഫ് കൈമാറി. ഇതുണ്ടാക്കിയ രസം ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കിയാലേ രസം വന്നു. അപ്പം എന്താ പുളി വെള്ളത്തിലിടുന്നുണ്ട്. നീ ഉണ്ടാക്കണ കൂട്ട് പറഞ്ഞല്ലേ? കൂട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മൾ കൂട്ട് കട്ടെടുത്ത് വീഡിയോ ഇട്ടും. അപ്പോൾ സൗദിയിലുള്ള ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കാം ഒരു വീഡിയോക്കാരത്. എത്ര സ്പൂൺ ഓയിലോ? 1.5 ടീസ്പൂൺ ഓയില്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെന്താ അടുത്ത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇടും അല്ലേ? 1-2 ചൂടായി അങ്ങനെ നമ്മൾ പെട്ടെന്നല്ല, നേരം പെട്ടെന്നാണെങ്കിൽ ഒക്കെ ഇടാം. പിന്നെ എങ്ങനെ പിടിച്ച് 2 ആട്ടം ആട്ടണം. ഇതൊക്കെ ഇത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചോളിട്ടോ. ഇളക്കണ രീതിയും ചട്ടി പിടിച്ച് കൊടുക്കണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത് കുക്കറിൽ വെക്കണം. കുക്കറിലാണ് നമ്മൾ മീൻകറി. അപ്പോൾ കുറച്ച് ഓയിൽ കമ്മിയാണ്, കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. കുക്കറിൽ വെക്കണം. ഇനി വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് വൃത്തി മസ്റ്റാട്ടോ. കണ്ടോ, ഗ്ലൗസൊക്കെ വൃത്തി മസ്റ്റാണ്. അങ്ങനെ ചെപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. തൊപ്പി, ഗ്ലൗസ്. പിന്നെ ആ വല്യുള്ളി ഒന്നിങ്ങനെ മിക്സാക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആവണം എന്നുണ്ടോ എന്നറിയില്ല, നമ്മളിപ്പിലെ അല്ലല്ലോ. പിന്നെ ഉപ്പ് എടുക്കുക. ഉപ്പിട്ട് പെട്ടെന്ന് തന്നെ ഒരാൾ പറഞ്ഞു മറ്റാൾ പറഞ്ഞെന്ന്, അങ്ങനെയാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഉപ്പിട്ടമേ വാടി കിട്ടും. അങ്ങനെ ഉപ്പിട്ട് അത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കും. വീഡിയോ എടുക്കാത്തപ്പോ വല്ല ജീരകം കുറച്ചിട്ടു. ഇത് കൈക്കൂട്ട് പറഞ്ഞല്ലാണ്ട് ഞാനാ കണ്ടുപിടിച്ച്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഷെഫ് പറയണേ. പൊടിയില്ല, അതുകൊണ്ട് ജീരകം ഇട്ടു. പൊടി കഴിക്കും. അപ്പൊ അത് വാടി വന്നതിന് ശേഷം തക്കാളി കൂടുതലിട്ടാൽ പുളി നല്ല ഉണ്ടാവും. അപ്പൊ മീൻകറിക്ക് പുളി വേണം. ഹോട്ടൽ രുചി അല്ലേ? നാടൻ സ്റ്റൈല് ഹോട്ടൽ രുചി. അടിപൊളി മീൻകറി സ്റ്റൈലാണ്. മലപ്പുറം കൂറ്റമ്പാറ സ്റ്റൈൽ മീൻകറി. കാണാനാ ചൊറുക്കുണ്ടല്ലേ? തള്ളട്ടെ. അപ്പൊ തക്കാളിയും ഉള്ളിയും ഒക്കെ മിക്സായി വാടിയതിന് ശേഷം അളവില്ലാത്ത മുളകും പൊടി അല്ലേ? അപ്പോൾ നിങ്ങളിടുമ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾ സൂക്ഷിക്കുക. മഞ്ഞപ്പൊടി നിങ്ങളെ കളറിനനുസരിച്ച് നിങ്ങൾ നോക്കുക. അവിടെ ഷെഫ് അതൊന്നും പറഞ്ഞു തരില്ല. ഷെഫ് നേരെ ഇടാണ്. ഇത് അച്ചാർ പൊടിയോ അല്ല മീൻ മസാല. അപ്പോൾ ഇതാ ഒരു ഉണ്ട കൂമ്പാരമാക്കി ഇട്ടിട്ടുണ്ട്. മുളകും പൊടി, മഞ്ഞപ്പൊടി, മസാല പിന്നെ മിക്സ് ചെയ്യാം. കുറച്ച് അതാ മല്ലിപ്പൊടി പൊടിച്ചൊക്കെ അതിൽ ചാടിക്കണേ. കൊട്ടക്കണക്കിന് മല്ലിപ്പൊടി. പിന്നെ അതിന്റെ സ്മെല്ല് തന്നെ ഉണ്ടല്ലോ. ആ സ്മെല്ല് അടിപൊളിയായിട്ട്. എക്സസൈസ് ഒക്കെ ഉണ്ടോ? കുക്കറിൽ എങ്ങനെ മീൻകറി വെക്കാം? ഒക്കെ മിക്സ് ആയതിനു ശേഷം നമ്മൾ പുളി എന്താക്കാൻ വെച്ചിരുന്നു? റെഡിയാക്കി പോത്തർത്താൻ വെച്ചിരുന്നു.
ആ പുളി വെള്ളം ഒഴിക്കുക. കിഴങ്ങുണ്ടല്ലോ പുളി, അതൊന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കല്ലേ. ആക്ഷൻ ഉണ്ട് കേട്ടോ. തള വരണോ? തള വരുമ്പോ മീൻ കൊടുക്കാം. നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ. ഇത് തിളച്ച് വരുമ്പോ മീൻ കൊടുക്കാം അല്ലേ. അതുപോലെ മതി നമുക്ക്. ഇത് തിളച്ച് വരുമ്പോ മീൻ കൊടുക്കാന്നാ പറഞ്ഞേ. ഒന്ന് തിളക്കട്ടെ. തിളച്ച് വന്നപ്പോ നമ്മള് മീനിനെ ഭദ്രമായി വെക്കുന്നു. ഏതാ അസംബ്ലിക്ക് വരിക്കണ മാതിരി വെക്കുന്നുണ്ട്. എന്തേലും ആയ എന്നെ പറയും. അങ്ങനെ വെക്കണം അല്ലേ. ഇത് എത്ര വിസിലടിക്കണം? മീനിനൊക്കെ ഇവിടെ വെച്ചതിന് ശേഷം കുക്കറിന്റെ മൂടി ഇത് വെക്കണോ? വിസിലടിക്കണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് കുറച്ചേരം മൂടി വെക്കാം അല്ലേ. ആയിട്ട് തരാം. കുക്കറിലെ മീൻകറി സെറ്റ് അല്ലേ. അപ്പോൾ ഇത്ര സിമ്പിളാണ് മീൻകറി വെക്കാം. ഏതായാലും എങ്ങനെ ടേസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞുതരാം. അതായത് വെച്ചിന്റെ അടിയിലാണ് ഓർമ്മ വന്നത് വീഡിയോ ഫുള്ളാക്കണം എന്നുള്ളത്. ആ മീൻകറിന്റെ മണന്തൊക്കെ കേട്ടപ്പോഴേ അപ്പൊ ഓരേ വീഡിയോ ഫുള്ളാക്കണില്ലേ ചേച്ചി, അപ്പോഴാണ് ഓർമ്മ. അതാണ് നമ്മളെ മീനും ചോറും കറി. അത് മീൻ എങ്ങനെ ഉണ്ട് വെച്ചാ, മീൻ മത്തിനെ പോലെ ഉണ്ട്, കറി കറിനെ പോലെ ഉണ്ട്. ഇല്ലട്ടോ അടിപൊളിയാണ്. അതിന്റെ മീൻകറിയും. അപ്പൊ ഇനി എല്ലാവരും വേഗം പറ്റോ കുക്കറിൽ അങ്ങനെ മീൻകറി വെക്കാന്നുള്ളൊരു റെസിപ്പി ആയിരുന്നു. അതിന് 2-3 ആൾക്കാരും മഴ വരാണ്ട്. അപ്പോൾ അത് മഴ റിവ്യൂ എടുക്കും. ഞാൻ കണ്ടോളി. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. പറ പോരാ. എങ്ങനെയുണ്ട് മീൻകറി? ഭയ അച്ചായ മച്ചില് നമ്പർ 1.